നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ MCQ ആൻസറാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അൺസിസ്റ്റമാറ്റിക് റിസ്ക്? ബിസിനസ് റിസ്ക് എന്നുണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് എന്നുണ്ട്, ഡീഫോൾട്ട് റിസ്ക് എന്നുണ്ട്, മാർക്കറ്റ് റിസ്ക് എന്നാണ് ഓപ്ഷൻ എന്നുള്ളത്. സോ ഇതിൽ ആൻസർ വന്നിട്ടുള്ളത് മാർക്കറ്റ് റിസ്ക് എന്നാണ്. ഓക്കെ, സോ രണ്ടാമത്തെ MCQയിലോട്ട് പോയാൽ ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വെൻ whose value depends on the value of basic underlying variables. സോ ആൻസർ വന്നിട്ടുള്ളത് ഡെറിവേറ്റീവ്സ്. കെ ലിമിറ്റഡ് പ്രൊജക്റ്റ് വിത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 16 lakh ആൻഡ് ലൈഫ് ഈസ് 10 year, ജനറേറ്റ് CFAT 12 ലക്ഷം പെർ ആനം, കാൽക്കുലേറ്റ് പേ ബാക്ക് റെസിപ്രോക്കർ ഓഫ് ദ കെ ലിമിറ്റഡ് പ്രൊജക്റ്റ്. സോ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ 10 ഇയറിനാണ്, ഒരു കൊല്ലം 12 ലക്ഷം ഏൺ ചെയ്യുന്നുണ്ട്. ഒരു 60 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, 12 ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 20% എന്ന്. സോ 20 ഇസ് ആൻസർ. അടുത്തൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കീ ക്യാരക്ടേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ? സോ നമുക്കറിയാം, ഇഷ്യൂഡ് ബൈ ഇൻഡിവിജ്വൽ ആണോ? അല്ല. അൺസെക്യൂർഡ് ആൻഡ് ഷോർട്ട് ടേം ഡെപ്റ്റ്, ഇതാണ് ആൻസർ. ബാക്ക്ഡ് ബൈ കൊളാട്രൽ, അല്ല. ഇഷ്യൂഡ് ഫോർ മോർ ദാൻ 5 years. അപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് ഏതാ? അൺസെക്യൂർഡ് ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ കമ്പനി ആർ ഫോളോയിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഡീറ്റെയിൽസ്. ഇൻവെൻട്രി കൺവേർഷൻ പീരീഡ് എന്താ? കറൻറ്റ് അസെറ്റാണ്. റെസീവബിൾ കളക്ഷൻ പീരീഡ്, ഇതും എന്താ? കറൻറ്റ് അസെറ്റാണ്. പേയബിൾ ഡെഫറൽ പീരീഡ് കറൻറ്റ് ലയബിലിറ്റിയാണ്. വാട്ട് ഈസ് എ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, CCC ചോദിക്കുമ്പോൾ ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ, കറൻറ്റ് അസറ്റുകൾ തമ്മിൽ കൂട്ടുക. 40 + 30 = 70 മൈനസ് കറൻറ്റ് ലയബിലിറ്റി. സോ ആൻസർ വന്നത് 50 ആണ്. സോ 50 days. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABC Limited selling product 2 per unit. The variable cost manufacturing has been estimated 35. വേരിയബിൾ കോസ്റ്റ് 35 ആണ്. വിൽ ദ ഫിക്സ്ഡ് കോസ്റ്റ് അറ്റ് ദ പ്രസൻറ്റ് ലെവൽ സെയിൽസ് 1 lakh ആണ്. യൂണിറ്റ് 1 ലക്ഷം യൂണിറ്റാണ് അവർ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ദ ഫേം ഹാസ് ഇഷ്യൂഡ് 40% ഓഫ് ഡിബഞ്ചർ 26,000. ഓക്കെ, സോ 1 ലക്ഷം യൂണിറ്റാണ് സെല് ചെയ്യുന്നത്. സോ 2 രൂപ വെച്ചിട്ട് 2 ലക്ഷം അവർക്ക് സെയിൽസ് കിട്ടി. 2 ലക്ഷത്തിൻ്റെ 35% എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 2,70,000. സോ 1,30,000 ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ ഈ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് കോസ്റ്റ് കുറക്കണം. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരുന്നു? പ്രസൻറ്റ് 1 lakh ആണെന്ന് പറയുന്നു. സോ 30,000 ആണ് എന്ത്? EBIT. സോ ഇതിൽ നിന്ന് അവരെന്ത് 26,000 റുപ്യേൻ്റെ 26,000 × 40% 3,640. 26,360 എന്ത്? EBT വരുന്നത്. സോ ഫിനാൻഷ്യൽ ലിവറേജ് ഈക്വൽ ടു EBIT മൈനസ് ഡിവൈഡ് ബൈ EBT. സോ ഈക്വൽ ടു 30,000 ഡിവൈഡഡ് ബൈ 26,360 ഈക്വൽ ടു 1.138, 1.14. ഇതാണ് ഒന്നുകൂടി അതിനോട് മാച്ച് ആയിട്ടുള്ള ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ EPS is 10, cost of capital is equal to 16%, internal rate of return 20%, retention rate is 40, calculate the price as per Gordon model. Gordon model ഇക്വേഷൻ എന്താ? P0 is equal to E into 1 minus B divided by KE minus BR എന്നാണ്. സോ EPS നമുക്ക് കിട്ടിയിട്ടുണ്ട് 10, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.60 മൈനസ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് 0.2 ഇൻറ്റു റിട്ടൻഷൻ റേറ്റ് കിട്ടിയിട്ടുണ്ട് 40% ആണ്. സോ 1 minus 0.4, സോ ഇൻറ്റു 0.4 ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ
0.2 into 0.4 60 minus 0.08 is equal to 4 divided by 0.08. Sorry, 6 ആണ് വരിക. 6 divided by 0.0875. So answer B will be J as a investor expected perpetual sum of 10,000 annually from the investment. What is the present value of perpetuity interest? It's a simple question ആണ്. So 10,000 രൂപയാണ് കിട്ടേണ്ടത്. Divided by 15%. 66,667 ആണ് ആൻസർ. 66,666 കിട്ടുന്നത്. സോ അത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 66,667 കിട്ടുന്നു. സോ പി ലിമിറ്റ് 9% ഓഫ് റിട്ടേൺ ടോട്ടൽ അസെറ്റ് ഹാസ് ബി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 5%. വാട്ട് ഈസ് ദ സെയിൽ ഓഫ് ദ ഫേം? ഓക്കെ, റിട്ടേൺ എത്രയാണ് കിട്ടുന്നത്? 9% എന്തിൻ്റെ മേല? 50 ലക്ഷത്തിൻ്റെ മേല, 50 ലക്ഷത്തിൻ്റെ മേല. സോ അപ്പോൾ റിട്ടേൺ എത്ര ഇൻറ്റു 9% അടിച്ചാൽ സോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്ര? 4,80,000 ആണ്. സോ ഈ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% ആണ്. സോറി, സെയിലിൻ്റെ 5% ആണ്. സോ ഈക്വൽ ടു 100 അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സെയിലാണ്. ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 ഈക്വൽ ടു 19 lakhs. So answer will be C. The MM model argues dividend if the value of the firm depends upon earning power and not how the earning are distributed. All investors buying share the capital gain only. So idalla the dividend payable only after deducting amount of returns. So idalla the amount return only the small fraction of. So first answer ആണ് വന്നിട്ടുള്ളത്. So the benefit of trading equity can be enjoyed the firm. So ഒരു tricky question ആണ്. So the rate of interest, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് 1,00,000 എടുത്തിട്ടുള്ളതെന്ന് ലോൺ എടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് വന്നിട്ട് 10%. അപ്പോൾ 10,000 ആണ് ഇൻട്രസ്റ്റ് അടക്കാനുള്ളൊരു കൊല്ലം. സോ അവരുടെ പ്രോഫിറ്റ് ഉള്ളത് 12,000 ഇതാണ്. ഓരോ പ്രോഫിറ്റ് ഉള്ളത് 8,000 ആണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇൻട്രസ്റ്റ് കൂടുതലും പ്രോഫിറ്റ് കുറവാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇക്വിറ്റി ഓണേഴ്സ് എന്ത് ചെയ്യണം? കയ്യിൽ നിന്ന് 2,000 എടുത്തിട്ട് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. നമുക്ക് അടുത്തിൽ വന്നാൽ 10,000 അവർക്ക് എന്ത് ചെയ്യണം? ബാങ്കിൽ അടക്കണം. 10,000 അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ 0 അവർ കയ്യിൽ നിന്ന് ഇറക്കൊന്നും വേണ്ട, അവർക്ക് കയ്യിലോട്ട് കിട്ടുകയില്ല. സോ അടുത്തൊരു കേസിലോട്ട് പോയാൽ 10,000 റുപ്യ അവർക്ക് ഇൻട്രസ്റ്റ് അടക്കണം. പക്ഷേ അവർക്ക് 12,000 റുപ്യ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് നിന്ന് കിട്ടുന്നുണ്ട്. 2,000 അവർക്ക് എന്താണ്? അവർക്ക് കീശയിൽ കിട്ടും. സോ ഇതാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്രീസ് കറൻറ്റ് റേഷ്യോ? ആൻസർ വിൽ ബി ഡി. Algorithm trading, also known as financial learning, in the procedure organizing data into meaningful in order to make data sorting. So last question വന്നിട്ടുള്ളത് classifying the data points depending on their closeness and correlation with the KNN algorithm. So ഇതാണ് ആൻസറുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, ബൈ.